ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇപ്പോൾ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഹെവനിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പാലക്കാടാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിലാണ് ഉള്ളത്. യൂഷ്വലി ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നൈറ്റ് എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഫുൾ കിടക്കും. ഒരു 10-11 മണി വരെ കിടന്നുറങ്ങും. എന്നിട്ടായിരിക്കും പുറത്തെവിടെയെങ്കിലും പോവും, ചായ കുടിക്കാനോ അങ്ങനെ വല്ലതും ഫുഡ് അടിക്കാൻ മെയിനായിട്ട് പോകും. ഇപ്രാവശ്യം അങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ എണീറ്റു, 6 മണിക്ക് എണീറ്റു. എൻ്റെ ടൈം ഓഫീസിൽ പോകുമ്പോൾ തന്നെ 8:30 ആണ് എൻ്റെ ടൈം. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തേക്ക് എണീറ്റിട്ടുണ്ട്. ആക്ച്വലി ഈ പോകുന്ന വഴിക്ക് ഒരു ഫാം ഉണ്ട്. അത് കാണിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. അവിടുത്തെ ചേട്ടനോട് ചോദിച്ചിട്ട് കാണിക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, ആക്ച്വലി ഞാൻ ഏകദേശം മാക്സിമം ഈ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. എപ്പോഴും ആ ഉള്ള ട്രാഫിക്കും അതൊക്കെ എൻ്റെ വീഡിയോസിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ച് വേറെ വ്യൂ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഗൈസ് ഇവിടുത്തെ ഫാം. ആക്ച്വലി നമ്മൾ പോകുന്ന മലയുടെ താഴെയുള്ളതാണ്. കണ്ടോ, ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ മലക്കാട് നേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നേഴ്സറി ഉണ്ട്. അപ്പോൾ നമ്മളവിടെയാണ്. നിറയെ പ്ലാന്റ്സും കാര്യങ്ങളും. ആക്ച്വലി ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ വഴി കൂടെ വരാൻ തന്നെ പേടിയായിരുന്നു. അതുപോലെയായിരുന്നു അവിടുത്തെ വൈബ്. ഇപ്പോൾ ആക്ച്വലി മാറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കയറി നോക്കാമെന്ന് തോന്നുന്നു നമുക്ക്. അത്ര അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പിന്നെ ചെടികളൊക്കെ നല്ല ഇഷ്ടമാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തെങ്ങും മാങ്ങ അങ്ങനെയുള്ള ചെടികളൊക്കെ ആയിട്ടാണ്. നിറയെ ചെടികളുണ്ട്, എനിക്ക് ഒത്തിരി പേരൊന്നും അറിഞ്ഞൂടാ. ഓക്കെ, അപ്പം ചെടികൾക്ക് ഇതിനേക്കാളും വൺ സെറ്റപ്പിൽ ഒരു സ്ഥലം കിട്ടുമെന്ന് വെച്ചില്ലേ. ആക്ച്വലി ഒരു പ്ലേസ് ചൂസ് ചെയ്ത് തന്നെ ആയിട്ടുള്ള സ്ഥലം. എനിക്ക് ഇവിടെ വല്ല വീട് കെട്ടി ഇവിടെ തന്നെ ഇരിക്കാനാണ് തോന്നുന്നത്. അകത്ത് പോകണ്ടാ തോന്നുന്നു. ഓക്കെ ഗൈസ്, അതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് ചെരുപ്പിട്ട് അങ്ങോട്ടൊന്നും പോവണ്ട. ഓക്കെ, ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഓക്കെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ എന്താണെന്ന് അറിഞ്ഞൂടാ. കാര്യമുണ്ട് ഗൈസ്, വലിയ മരത്തിൽ ചക്ക വരാത്ത ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ചെറിയ മരത്തിൽ ചക്ക കാണുന്നുണ്ടോ? ഇല്ലേ, എത്ര ഉണ്ടെങ്കിൽ എൻ്റെ ഹൈറ്റ് പോലും ഇല്ല. ഓക്കെ, ഇവിടെ ഏകദേശം എല്ലാ ചെടികളുണ്ട്. പക്ഷേ എനിക്ക് കുറേ ചെടികളൊന്നും അറിഞ്ഞൂടാ. വീടിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ്, ഈ ഭംഗിക്ക് വയ്ക്കുന്ന അങ്ങനെയുള്ള പ്ലാന്റ്സ് ഉണ്ട്. വേണമെന്നുള്ളവർ വാങ്ങിക്കാം. പക്ഷെ ഇവിടെ ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത് ഇത്രയും ഈ ചെടികളിൻ്റെ ഇടയിലാണ് ചേട്ടൻ്റെ വീട്. പറഞ്ഞിട്ട് പോയോ? നിങ്ങളുണ്ടെങ്കിൽ പ്ലാന്റ്സിൻ്റെ പേര് പറഞ്ഞു തരുന്ന. ഒരു പ്ലാന്റ്സിൻ്റെ പേര് അറിയുന്നില്ല. പ്ലാന്റ്സിൻ്റെ പേരൊന്നും അറിയുന്നില്ല. നല്ല ഭംഗിയുണ്ട്. അത് ഇന്ത്യൻ മ്യൂസിക്. പിന്നെ ഇത് കന്ന. ഇത് എന്താ അലങ്കാരം. ഇത് ഡ്രസ്സീനാണ്. ഇത് ചൈന ഡോൾ. ഇതല്ലേ ഡ്രാഗൺ ഫ്രൂട്ട്? ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് എത്ര എടുക്കും വളരെ? ഇല്ലല്ല, 6 മാസം കൊണ്ട് നമുക്ക് വിളവ്.
പിന്നെ ഇത് സിങ്കോണി, ഇത് അലങ്കാരത്തിന് വെക്കുന്നത്. അതൊക്കെ അലങ്കാരത്തിന്. ഇത് ടേബിൾ ഫാം. ഇത് ഇൻഡോർ പ്ലാന്റ്സ്. ആ, അത് ഇൻഡോർ. ഇത് സയാഗ്രാസ്. ഇത് അഗ്ലോണിമ. ഇതെല്ലാം അഗ്ലോണിമ. ഇത് മിൽക്കി ബാമ്പ്. ഇതിന്റെ അടുത്തുള്ളൊക്കെ അലങ്കാരം. ഇതൊക്കെ ഇൻഡോറാ? ആ, അതൊക്കെ ഉണ്ട്. ഇത് മോൺസ്റ്റർ ആണ്. അത് ഫിലോഡെൻഡ്രോ. ഇത് പെൻഡാനസ്. ഇത് മുറികൂട്ടി. ഈ മുറികൂട്ടി. പിന്നെ ഇത് നമ്മളിതിൻ്റെ എന്താ പറയുക, പനിക്കൂർക്കട. അതിൻ്റെ വേറെ വള്ളിയും പച്ചയും കിട്ടിയിട്ട്. ഇത് കോളിഫ്ലവർ. ഇത് വരും ഇവിടെ നമ്മുടെ അവിടെ വരും. ക്യാബേജ്. രണ്ടെണ്ണം കൊണ്ടുപോയിട്ട് വെച്ച. രണ്ടെണ്ണം എടുത്താ കേട്ടോ, വീട്ടിൽ കൊണ്ടുപോയിട്ട്. ഇയാള് ആരാണ്? ചേച്ചി. കണ്ടിട്ടേ ഇല്ല ഞാൻ, അതാ ഞാൻ ചോദിച്ചത് കേട്ടോ. തീരെ കണ്ടിട്ടില്ല തോന്നുന്നു. ഞാൻ കൊറേ ഇങ്ങോട്ട് വരണം എനിക്ക് ചെടികൾ ഒത്തിരി ഇഷ്ടമായി. ഓ, വീട്ടിൽ വെക്കാൻ സ്ഥലല്ലേ? വാങ്ങിക്കാൻ വരുന്നുണ്ട് ആൾക്കാർ. ഓ, ഒരു ഇതിങ്ങനെ സെറ്റാക്കി വരുന്നു. അങ്ങനെ കാര്യമായിട്ടാണെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാമായിരുന്നു. അവിടെ ചെടികളുണ്ട്. അവിടെ പോയി നോക്കി. അവിടെ പോയി നോക്കി. അവിടെ ചേച്ചിമാരുണ്ട് കേട്ടോ. ഓക്കെ. അങ്ങനെ വല്ലതും ഉണ്ടോന്ന് ഇത് ഒരു ഔഷധമാണ്. ശംഖുപുഷ്പം എന്ന് പറയും. ശംഖുപുഷ്പത്തിനുണ്ടോ? ഇത് ഔഷധമാണ്. കണിക്കൊന്നാപ്പ്. കണിക്കൊന്നാപ്പിനെ ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ട്. ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കും. കല്ലുവാള ഔഷധം. ഇത് കല്ലുവാള പണ്ടിൽ വെക്കുന്നുണ്ട്. ആ, അത് ഔഷധമാണ്. അത് കവുങ്ങ് ശ്വാസം ചെയ്യും. നടക്കണതുണ്ട്. ഇത് റെഡ് പാം എന്ന് പറയും. അത് ക്രോട്ടൺ എന്ന് പറയും. അതാണ് കരക്കുന്നത്. ഇതൊക്കെ ഇതാണ് കരക്കുന്നത് കേട്ടോ. ഇതാണ് റെഡ് പാം എന്ന് പറയുന്നത്. അതാണ് കരക്കുന്നത്. അത് കവുങ്ങിൻ്റെ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ നല്ല ഔഷധ ചെടികളുണ്ടാവും. അതാ നോക്കി വേണം നടക്കാൻ. എനിക്ക് വീട്ടിൽ പോകണമെന്നേ ഇല്ല. എനിക്ക് ഇവിടെ തന്നെ മതി. എനിക്കിവിടെ ഇരുന്നാൽ മതി. ഫോട്ടോ എടുക്കുമോ? അതിലൊക്കെ ഫോട്ടോ എടുക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒത്തിരി ദൂരം വരെയും
ഇത് ഫാം മാത്രമേ ഉള്ളൂ. ഇത് ഫുൾ ചെടികളാണ്. മൊത്തത്തിൽ എടുക്കണം അതോ എടുക്കുക കട്ട് ചെയ്തിട്ട് എടുക്കുക ഇടയിലെന്തെങ്കിലും ഒന്നും ഉണ്ടാതിരിക്കുകയാണെങ്കിൽ ആണെങ്കിൽ കിട്ടും. എന്താ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? അപ്പോൾ നോക്കാമല്ലോ അല്ലേ? തുടങ്ങിയിട്ടില്ല. പിന്നെ അതൊന്നും നിർത്തി മാങ്ങ കിട്ടാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിയാണ് ഒരു 3-4 മാങ്ങ കിട്ടി. അതാ ബുദ്ധിമുട്ടില്ല. അതെടുത്തോ? ഇതാണ് കേട്ടോ റംബൂട്ടാൻ മെഡിസിൻ പ്ലാന്റ് ചെയ്യാൻ പറ്റും. അത്തിപ്പഴം കിട്ടുന്ന അതെ. ഇത് എന്താ പറയുക വാദം കൊല്ലിപ്പൂ. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് നമ്മളെ വാദ ചികിത്സ ഉണ്ടല്ലോ അതിന് യൂസ് ചെയ്യുന്നതല്ലേ? അതെ അതെ. ഇത് ദർഭപ്പുല്ല്. ഇത് അമരിന്ന് പറയും. ഇതൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അസുഖങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മളെ മുടിയുണ്ട്. മുടി വളരാനും മുടി നരക്കില്ല. മുടി എന്താ പറയുക അല്ല എണ്ണ കാച്ചിട്ട് ഉപയോഗിക്കണം. ഇത് ശതാവരി. ശതാവരി ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? ശതാവരി പറഞ്ഞാൽ സ്ത്രീകൾക്കായിട്ട് കുറച്ച് അസുഖങ്ങളുണ്ടല്ലോ അതിനുള്ളതാണ്. അതിനെ എന്താ പറയുക നെയ്യുണ്ടാക്കി കഴിക്കും, പച്ചക്ക് കഴിക്കും, അരിഷ്ടമുണ്ടാക്കും, കുറേ പ്രയോഗങ്ങളുണ്ട്. ഇത് കുമിഴ് എന്ന് പറയും കേട്ടോ. കുമിഴ് ഇത് നമ്മൾ ദശമൂലം എന്നൊക്കെ പറഞ്ഞില്ലേ. കുമിഴ്, കൂവളം, മുഞ്ഞ, പൂപ്പാതിരി, പലകപ്പയ്യാന, ദശമൂലം അരിഷ്ടം കെട്ടും. അതിലൊന്നിതാണ്. അത് രാമച്ചൻ. അത് നമ്മളെ എന്താ പറയുക വെള്ളം തിളപ്പിക്കുന്നതിലൊക്കെ കഴിക്കുന്ന സാധനം. പിന്നെ ഇത് എന്താ പറയുക വാനില എസൻസ് ഒക്കെ ഇട്ടിട്ടില്ലേ, അത് ഇതിലൊരു കായുണ്ടാവും. അത് അരച്ചിട്ട് അത് എന്താ പറയുക ഒരു ചായയിലൊക്കെ ഒരു നുള്ളിട്ടാൽ മതി, ഒരു കഷ്ണം കട്ട് ചെയ്തിട്ടാൽ മതി. നല്ല ടേസ്റ്റാണ്. വാനില അത് മണം കെട്ടിട്ടില്ലേ ഐസ്ക്രീമിലൊക്കെ, അത് ഇതിൻ്റെ ഇതിട്ടിട്ടാൽ മതി. ഇത് രുദ്രാക്ഷമാണ് കേട്ടോ. മാല ഉണ്ടാക്കില്ലേ മണി, കുറേ ഉണ്ടായിരുന്നു, കുറേ കൊടുത്തു. ഇത് എന്താ കറ്റാർവാഴ ഇത് റെഡ് കളർ ഉണ്ടല്ലോ, ഇതൊരു ഏകനായ, അത് ഒരു രുദ്രാക്ഷം. ചന്ദ്രമുഖി എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി രുദ്രാക്ഷം. ഇത് അണലിവേഗം, ഇത് ഇത്തി എന്ന് പറഞ്ഞു. ഇത് പേരാല്, പേരാലാണ്. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ഇത് ചങ്ങലം പെരണ്ടാക്കണം. ഇത് മരുന്നിന് ഇതവിടെ ചന്തയിലൊക്കെ വിൽക്കുന്നതാണ്. ഇത് പിന്നെ ശംഖുപുഷ്പം വെള്ളയും നീരുണ്ട്. വെള്ളയാണ് ഔഷധം കൂടുതൽ. കുറേ ഉണ്ടായിരുന്നു, കുറേ മെഡിസിൻ എടുത്തിട്ട് പോയി. അത് ജാതി ഉണ്ടോ, അത് പോകും. ഇത് നമ്മൾ ചെടി മുളപ്പിക്കുന്ന സാധനം, ചേമ്പർ. ഇതിനകത്ത് കുത്തിയിട്ടാൽ പെട്ടെന്ന് നമുക്ക് ചെടികൾ പിടിച്ചു. ജാതിയുടെ ഫോട്ടോ ഒരു വളകൊള്ളി.
അപ്പോൾ ഇവിടെ ഒത്തിരി ഔഷധ ചെടികളും അതേപോലെ തന്നെ അലങ്കാര ചെടികളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് അവിടെ അത് മാറ്റിയോ? അത് മാറ്റി അത് വേറെ ആണല്ലോ. അത് വേറെ ജാതി എടുത്തോ അവിടെ ഉള്ള പക്ഷെ ചെടികളുടെ പേര് അറിയുന്നില്ല, അതാണ് ഏകദേശം പഠിച്ചില്ലേ? ശരി, താങ്ക് യു അങ്കിൾ. നമ്മൾ ഫാമിലോട്ട് കയറി കുറച്ച് തൈയൊക്കെ തന്നിട്ടുണ്ട്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ മലക്കാട് കല്ലാണ്ട് ചള്ള റോഡിൽ 5-ാം മൈൽ പോകുന്ന വഴിക്കാണ് പാലക്കാടിൽ. സോ വരുന്നവർക്ക് വാങ്ങിക്കാം. അപ്പം ഇതിൽ താഴെ നമ്പറുണ്ട്. ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം, വീടിൻ്റെ താഴെ നമ്പർ കൊടുത്തേക്കാം, എടുത്ത് വിളിച്ചോളണം. ഇവിടെ ഒത്തിരി ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നതെന്നാണ് പറയുന്നത്. എല്ലാ തരം ചെടികളും ഉണ്ട്. കുറേയൊക്കെ ഈ പേരും അറിയില്ല, അതെന്താ അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു തന്നപ്പോഴാണ് കുറേയൊക്കെ അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ വേണ്ട ആൾക്കാർ വന്ന് വാങ്ങിക്കുക. ഓക്കെ, അടിപൊളി സ്ഥലമാണ്. ആക്ച്വലി ഇവിടെ സൗണ്ട് ഫുൾ കിളികളുടെ നാദമാണ്. ഓക്കെ, അപ്പോൾ അടിപൊളി സ്ഥലമാണ്, വേണ്ടവർ വന്ന് വാങ്ങിക്കാം. ഓക്കെ.